ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ അവസാനിക്കാറായി. ഇപ്പോഴേ കുറച്ച് ചക്കക്കുരുവും മാങ്ങയും കൂടെ കറി വെച്ചാലോ ഇന്ന്. നമ്മുടെ പഴമയിലേക്ക് ഇന്ന് തിരിച്ചു പോകാം നമുക്ക്. ഞാൻ ഒരു 10-20 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് ചതുരത്തിൽ കട്ട് ചെയ്യുകയാണ്. അതായത് ചക്കക്കുരു രണ്ടായി കീറിയിട്ട് പിന്നെയും ഒന്നുകൂടെ 2-3ആയിട്ട് കീറിയെടുക്കുകയാണ്. ഇത് നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്തായാലും ചക്കക്കുരു വേകണമെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പച്ചമാങ്ങയുടെ പകുതിയാണ് ഇവിടെ ഞാൻ എടുക്കുന്നത്. ചക്കക്കുരുവിൻ്റെ അളവനുസരിച്ച് മാങ്ങയുടെയും അളവ് കൂട്ടേണ്ടതാണ്. അപ്പോഴേ ഈ കറി എങ്ങനെയൊന്ന് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ചക്കക്കുരു പൊളിച്ചെടുക്കുകയാണ്. അപ്പോഴേ ചക്കക്കുരുവൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു പാത്രം ചക്കക്കുരു എടുത്തിട്ടുണ്ട്, അതായത് 1 കപ്പ്. പിന്നെ ഒരു പച്ചമാങ്ങ വേണം. ഈ പച്ചമാങ്ങയുടെ പകുതി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം പുളിയുടെ അനുസരിച്ച് മാങ്ങയുടെ അളവ് കൂട്ടേണ്ടതാണ്. അപ്പം ഇതിൻ്റെ തൊലി ചെത്തിയാണ് എടുക്കുന്നത്. തൊലിക്ക് നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് തൊലി അങ്ങ് ചെത്തി കളയുകയാണ്. അപ്പം ഇതിൻ്റെ നേർപകുതി മാത്രമേ ഞാൻ മാങ്ങ എടുക്കുന്നുള്ളൂ. മാങ്ങ ചെത്തിയത് ഞാൻ ചെറുതായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടെ നടുവേ ഒന്ന് മുറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ മാങ്ങയും ചക്കക്കുരുവൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുക. ഇവിടെ മാങ്ങായും ചക്കക്കുരുവും ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3-4 പച്ചമുളക് കൂടെ അരിഞ്ഞിടുകയാണ്. എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3-4 പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇനിയും ചക്കക്കുരു ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ചക്കക്കുരു മാത്രം ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനാവശ്യമായ പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കറിക്കാവശ്യമായ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇവിടെ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേ പച്ചമുളകിന് അധികം എരിവില്ലായിരുന്നു. ഇനിയും വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 സീറ്റിയോളം അടിക്കണം, അതായത് വിസിൽ. ഇവിടെ 4 വിസിൽ
അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനിയും ഇതിനാവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കിയാണ്. ആവശ്യത്തിന് തേങ്ങ, 2-3 അല്ലി ചുവന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, കൂടാതെ 1 നുള്ള് ജീരകവും. ഇവയെല്ലാം കൂടെ നല്ല മഷി പരുവത്തിന് അരച്ചെടുക്കാം. അപ്പോൾ വെന്ത് വെച്ച ചക്കക്കുരുവിലേക്ക് പച്ചമാങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. വെന്ത ചക്കക്കുരുവിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൊഴുപ്പനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ എനിക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം വേണമായിരുന്നു. അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനിയും തീ കത്തിച്ച് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കുക. തിളച്ച് പോകണ്ട. ഇനിയും കടുക് വറുത്തിടാം. അപ്പം അതിനായിട്ട് ചീനച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിയപ്പോൾ ചുവന്നുള്ളി ഏകദേശം ഒന്ന് വാടിയപ്പോൾ വറ്റൽമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടി ചേർത്ത് ഞാൻ കടുക് വറുത്തെടുത്തു. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് വറവിട്ട് കൊടുക്കുക. അപ്പോഴേ ഈ കറിയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.